ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും കാൽനട യാത്രയിലാണ് കേട്ടോ. പാടത്തു കൂടെ അല്ല ഇന്ന് പാടത്തു കൂടെ അല്ല, ഇന്ന് വേറൊരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവാ. രാവിലെ 9 മണി കേട്ടോ. രാവിലെ കാണുന്നവർക്കൊക്കെ ഒരു ഗുഡ് മോർണിംഗ്. പിന്നെ കാൽനട യാത്രയിലാണ്. പിന്നെ എന്താ പറയാൻ വന്നു വെച്ചാൽ, ഇന്ന് പൂക്കളൊന്നുമില്ല കേട്ടോ. പൂക്കളൊന്നുമില്ല. ഉണ്ടോ ഒരു ചെടിയുമ്മ 2 പൂ ഉണ്ടായിക്കണോക്ക്. ഒരു ചെടിയാണ് കേട്ടോ, വേറെ വേറെ കളറ്. ഒരു റോസ് കളറുണ്ട്, ഒരു മഞ്ഞ കളറുണ്ട്. ഉണ്ടോ ഒരു ചെടിയുമ്മല കേട്ടോ 2 പൂ ഉണ്ടായിക്കണ്. ഇന്ന് പറയാൻ വന്ന എന്താണെന്നറിയോ, ഞാൻ എന്ത് ചെയ്താലും എല്ലാവരും പറയേ വട്ടാണ്, പിരിയാണ്, പിന്നെ ഭ്രാന്താണ്, പിന്നെന്താ പറയുക, മെൻ്റലാണ്, ഭ്രാന്താണ്, മെൻ്റലാണ്. ഓരോരുത്തരും ഓരോന്ന് പറയട്ടെ. ഒരാൾ മെൻ്റലും ഭ്രാന്തൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഓരോരുത്തരും ഓരോന്ന് പറയണതാട്ടോ ഞാൻ പറയണത്. എന്ത് ചെയ്താലും എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലൊന്നും വന്ന് പറയണ കാര്യമല്ല കേട്ടോ പറയണത്. എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ കുടുംബക്കാരൊക്കെ കാര്യം പറയുന്നു കേട്ടോ. ഒരു പൂ നോക്ക് ഗൈസ്, നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. യൂട്യൂബ് തുടങ്ങിയപ്പോഴും ഭ്രാന്താണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞോട്ടെ, അവരതൊക്കെ പറഞ്ഞോട്ടെ. നമ്മൾ ചെയ്യണത് ആരെന്ത് പറഞ്ഞാലും പൊട്ടത്തരാണ്, ബുദ്ധിയില്ലായ്മയാണ് എന്നൊക്കെ പറയട്ടെ. എന്ത് ചെയ്യുമ്പോഴും ബുദ്ധിയില്ലായ്മ പൊട്ടത്തര പറയുള്ളൂ അങ്ങനെയൊക്കെ പറയും കേട്ടോ. ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. അവരൊക്കെ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിരുന്നു. പിന്നെ ഞാനത് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അപ്പം അത് മാറ്റി വേണ്ടാന്ന് വെക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പം ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഞാൻ ചെയ്യാൻ വിചാരിച്ചത് ഞാൻ ചെയ്യും. ആരെന്ത് പറഞ്ഞാലും അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യാൻ പോണില്ല ഇപ്പോൾ. അങ്ങനെ മൈൻഡ് ചെയ്യാൻ നിന്നാലേ ശരിയാവില്ല. എനിക്ക് നേരത്തെ തന്നെ അറിയാം കേട്ടോ. ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യണത് ശരിയാണെന്ന് എനിക്ക് തോന്നിയാൽ അപ്പോൾ ഞാൻ ചെയ്യും. ഞാനതൊന്ന് പിന്മാറാനൊന്നും നോക്കാറില്ല. എന്നാൽ ചിലപ്പോൾ ഒക്കെ പിന്മാറലുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾക്കൊന്നും പിന്മാറാറുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ ചെയ്യണത് ശരിയാണോ തെറ്റാണോ, നമ്മൾ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്തെങ്കിലും നമുക്ക് വരുമോ എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് സക്സസ് ആവുക അങ്ങനെയൊക്കെ പറയില്ലേ, അത് ശരിയായില്ല അല്ലെങ്കിൽ അത് പൊളിഞ്ഞു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പൊളിയാതിരിക്കുക. ഒരാൾക്കൊരു ഗുണം വന്നാൽ എല്ലാവരും കൂടെ ഉണ്ടാവും, എല്ലാ ആൾക്കാരും കൂടെ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടോ വിഷമോ വന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ തെറ്റായ കാര്യങ്ങൾ കുറേ ഉണ്ട്. അതായത് മോഷ്ടിക്കാൻ പോവുക, ചീത്ത ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് കൂടാൻ പറ്റാത്ത ആൾക്കാരായിട്ട് കൂട്ടുകൂടുക. പിന്നെ അങ്ങനെ വിരലിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളല്ലേ തെറ്റായിട്ടുള്ളൂ. അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ
അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മൾക്ക് ഭാവിയിൽ എന്തെങ്കിലും അന്നന്നത്തെ ജീവിതത്തിനും നമ്മളെ ഭാവിക്കും ദോഷം വരാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഒരു നീലപ്പൂവിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ. ആ നീലപ്പൂവ് ഇതാട്ടോ, കണ്ട, ഇടക്കിടക്ക് വേറെ വേറെ കാര്യങ്ങൾ, ഒരു കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഓരോന്നിങ്ങനെ കാൽനടയാത്ര അല്ലേ, ഓരോന്ന് കാണുമ്പോൾ അതിങ്ങനെ കാണിച്ചു തരും കേട്ടോ നിങ്ങൾക്ക്. ഇതൊരു നൊസ്റ്റാൾജിയ, പഴയ കാലത്തുള്ളൊരു പൂവാണ് കേട്ടത്. ശംഖുപുഷ്പമൊന്നല്ല, അത് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ കണ്ടിരുന്നു. ഇപ്പോഴും ഇതൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ കാണുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ധൈര്യസമേതം മുന്നോട്ട് പോവുക. പറയണവരൊക്കെ അവിടെ കിടന്ന് പറയട്ടെ. നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ തന്നെ പലതും പറയുന്നുണ്ട് കേട്ടോ. അയൽവാസികളും കുടുംബക്കാരും എല്ലാവരും വട്ടാണ്, വിരിയാണ്, കാൽനടയാത്ര എന്ന് പറയുകയാണ് ഇപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യണില്ല. നമ്മൾ സ്നേഹിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ നമ്മൾ കുറ്റക്കാരാന്ന് പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ നമ്മളതിനെ മനസ്സിലാക്കാനും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കും, ഞാനിടും. ഞാൻ കാൽനടയാത്രക്ക് പോകുന്നുണ്ട്, അതെൻ്റെ ജീവിതമാർഗം തേടി പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ ഭക്ഷണത്തിനുള്ള വക എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.